ഡോക്ടർ പറഞ്ഞ രഹസ്യം ഒരു കുടുംബത്തിൻ്റെ ജീവിതം മുഴുവൻ മാറ്റിമറിക്കാൻ പോവുകയാണ്. അതേസമയം സ്വന്തം വേദന ആരോടും പറയാനാകാതെ തകർന്നിരിക്കുകയാണ് നന്ദിനി. ആ കൂടിക്കാഴ്ച ഒരു വലിയ സത്യത്തിലേക്കുള്ള ആദ്യ ചുവടാകുമോ? കേൾക്കാം അവിവാഹിത ഭാഗം 13. ഡോക്ടർ പറഞ്ഞ കാര്യം വിശ്വസിക്കാൻ തന്നെ പീതാംബരൻ നമ്പ്യാർക്ക് അല്പം ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും പറഞ്ഞ ആളും അദ്ദേഹം തൻ്റെ മകന് ചെയ്യുന്ന ചികിത്സയും മകൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിനുള്ള താല്പര്യവും എല്ലാം കൂടി വിചാരിച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്ക് അത് വിശ്വസിക്കേണ്ടി വന്നു. ആദ്യമായി അയാളുടെ മനസ്സിലുണ്ടായ പ്രതികരണം കോപമാണ്. ആ നിമിഷം തൻ്റെ മുൻപിൽ വീണയുടെ പവിത്ര നിലയച്ഛനെ കണ്ടിരുന്നുവെങ്കിൽ അയാൾ എന്ത് കടുങ്കൈ ചെയ്യുമായിരുന്നു എന്നുപോലും പറയാൻ കഴിയില്ല. ചിലപ്പോൾ അയാളെ തീർത്ത് കളയുക പോലും ചെയ്യാൻ മാത്രം ദേഷ്യം ഉണ്ടായിരുന്നു പീതാംബരൻ നമ്പ്യാർക്ക്. കോപം യുക്തിയെ മറികടക്കുന്ന ചില പ്രത്യേക നിമിഷങ്ങളിലാണല്ലോ മനുഷ്യൻ ചില കടുങ്കൈകൾ ചെയ്തു പോകുന്നത്. അത്തരം എന്തെങ്കിലും ചില കടുങ്കൈകൾ പീതാംബരൻ നമ്പ്യാരിൽ നിന്നും ഉണ്ടായെങ്കിൽ പോലും ആ സമയം അതിശയത്തിന് വകയില്ലായിരുന്നു. വീണയോട് വിവരം പറയണമോ എന്ന് അയാൾ ആലോചിച്ചു. അതേ നിമിഷം തന്നെ വേണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്തു. ഈ വിവരം അറിഞ്ഞാൽ പോലും അവളുടെ ആദ്യ പ്രതികരണം ഡോക്ടർ പറഞ്ഞത് തെറ്റായിരിക്കും എന്നാണ്. കാരണം തൻ്റെ ഇളയച്ഛൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു പെരുമാറ്റം തൻ്റെ മകനോടുണ്ടായി എന്നത് വിശ്വസിക്കാൻ മാത്രം ബുദ്ധിമോശമൊന്നും അവൾക്കില്ല. അതുകൊണ്ട് ആദ്യമേ അത് നിഷേധിക്കും. അല്ലെങ്കിലും അവളോട് പറയാമായിരുന്ന കാര്യമായിരുന്നു എങ്കിൽ ഡോക്ടർ തന്നെ നേരിട്ട് അവളോട് പറയുമായിരുന്നല്ലോ. അതുകൊണ്ട് തൽക്കാലം അവൾ വിവരമറിയണ്ട. താൻ വിവരമറിഞ്ഞതിൻ്റെ വിഷമം ഒന്നടങ്ങിക്കഴിയുമ്പോൾ സമാധാനമായി തനിക്ക് തന്നെ അവളോട് പറയാം. ഇപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ മാത്രം അവളോട് പറയാവുന്നതുമാണ്. തൻ്റെ ഭർത്താവ് എന്താണ് വരാൻ വൈകുന്നത് എന്ന് എത്തി നോക്കിയ വീണയെ കണ്ടതോടെ അയാൾ ചിന്തകളിൽ നിന്നും മുക്തനായി അവരുടെ നേരെ തന്നെ നടന്നു ചെന്നു. ഡോക്ടർ എന്തോ കാര്യമായി പറയുന്നുണ്ടായിരുന്നല്ലോ. ഞാൻ അറിയേണ്ട കാര്യങ്ങളാണോ? നീ അറിയേണ്ട കാര്യമല്ല. അതുകൊണ്ടാണല്ലോ എന്നെ വിളിച്ച് മാറ്റി നിർത്തി പറഞ്ഞത്. എന്നെപ്പോലുള്ള അറിവ് കുറഞ്ഞവർ അറിയാൻ പാടില്ലാത്ത വലിയ കാര്യങ്ങളൊന്നും നിങ്ങൾ പറയണമെന്നില്ല. എനിക്ക് അറിയണമെന്നുമില്ല. ചില സമയങ്ങളിൽ പരിഭവം ഭാവിച്ചാൽ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുമെന്ന് അവൾക്ക് മുന്നേ അനുഭവമുണ്ട്. അതുകൊണ്ടാണ് ആ പ്രയോഗം നടത്തി നോക്കിയത്. പക്ഷേ ഇപ്രാവശ്യം അതിലും പീതാംബരൻ നമ്പ്യാർ വീണില്ല. എന്നാൽ പിന്നെ അങ്ങനെയാകട്ടെ, ഇനി നമുക്ക് പോകാൻ നോക്കാം. പവിത്രൻ ഇളയച്ഛൻ വന്നപ്പോഴേ നമ്മൾ ഇങ്ങോട്ട് പോന്നതാണ്. എന്തായാലും ഞാൻ ചെല്ലാതെ പോകും എന്ന് തോന്നുന്നില്ല. പോകുന്ന വഴി എന്തെങ്കിലും സ്പെഷ്യലായി വാങ്ങിക്കൊണ്ടു പോകണം. നമ്പ്യാർ മനസ്സിൽ പറഞ്ഞു. സ്പെഷ്യലായി വാങ്ങിക്കൊടുത്ത് സൽക്കരിക്കാൻ പറ്റിയ ആള് തന്നെ. പക്ഷേ അയാൾക്ക് വാങ്ങിക്കൊടുക്കാനുള്ളത് വീണ ഉദ്ദേശിച്ച തരം സാധനങ്ങളല്ല എന്നേ ഉള്ളൂ. എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ പോകുന്ന വഴി വാങ്ങിക്കോണം. എന്നാലും നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ അങ്ങേരവിടെ കാണുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിലും നമ്മുടെ രണ്ടുപേരുടെയും ചിന്താഗതികൾ എപ്പോഴും വിരുദ്ധമായിരിക്കുമല്ലോ. സംഭാഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പീതാംബരൻ നമ്പ്യാർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് അയാൾ അവിടെ വെച്ച് മതിയാക്കി. കൂടുതൽ സംസാരിക്കാൻ പോയാൽ ശരിയാവില്ല.
ഇപ്പോൾ പറയണ്ട എന്ന് വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു പോകും. അത് വേണ്ട. വീട്ടിലേക്ക് പോയ യാത്രയിലുടനീളം ആരും തമ്മിൽ സംസാരിച്ചില്ല. വന്ന വഴി പ്രത്യേകമായി ഒന്നും വാങ്ങിയതുമില്ല. അവർ വീട്ടിലെത്തുമ്പോൾ വീട് പുറത്തുനിന്നും അടച്ചിരിക്കുന്നതാണ് കണ്ടത്. വീട് പൂട്ടിയാൽ താക്കോൽ എവിടെയാണ് വെക്കേണ്ടത് എന്ന് ഇറങ്ങാൻ നേരം ഇളയച്ചൻ ചോദിച്ചത് അപ്പോൾ ഇതിനാണ്. ഇളയച്ചൻ നമ്മളെ കുറേ നേരം കാത്തിരുന്നിട്ടുണ്ടാവും. നമ്മൾ വരാൻ വൈകിയല്ലോ, കാത്തിരുന്ന് മടുത്തിട്ട് പാവം വാതിലടച്ചു പോയതായിരിക്കും. പീതാംബരൻ നമ്പ്യാർ വിചാരിച്ചു, വളരെ ശരിയായിരിക്കും. ഇത്രയും നല്ലവനും സ്നേഹവാനുമായ ഒരു ഇളയച്ചനായതുകൊണ്ട് തീർച്ചയായും കാത്തിരുന്നിട്ടുണ്ടാകും. എന്തെങ്കിലും ആവശ്യത്തിന് പോയതായിരിക്കും. ഒഴിവുള്ളപ്പോൾ വീണ്ടും വരും. അല്ലെങ്കിൽ ഇപ്രാവശ്യത്തെ യാത്ര കഴിയുമ്പോൾ എങ്കിലും വരും. നേരത്തെ ഇളയച്ചൻ്റെ കാര്യം പറയുമ്പോൾ തൻ്റെ ഭർത്താവിനും വളരെ സ്നേഹമുണ്ടായിരുന്നു. ഇന്നെന്തോ അദ്ദേഹത്തിൻ്റെ സംസാരത്തിന് ചെറിയ മാറ്റമുണ്ട്. അത് പെരുമാറ്റത്തിലൂടെ പ്രകടമാകുന്നുമുണ്ട്. അല്ല, ഞാനൊരു സംശയം ചോദിക്കുകയാണ്. ഇന്ന് ഇളയച്ചൻ വന്നത് ഏട്ടന് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടോ? തൻ്റെ മനസ്സിൽ അവളോട് പറയാതെ ബാക്കി വെച്ച യഥാർത്ഥ കാര്യം പറഞ്ഞു പോകുമോ എന്ന് നമ്പ്യാർ ഒരു വേള ഭയപ്പെട്ടു. എന്നാലും അവളുടെ നേരെ നോക്കാതെ തന്നെ പീതാംബരൻ നമ്പ്യാർ മറുപടി പറഞ്ഞു. ഇളയച്ചൻ ഇവിടെ വരുന്നതിന് എനിക്ക് യാതൊരു കുഴപ്പവുമില്ല. ഉണ്ടെങ്കിൽ എനിക്കത് നിന്നോട് പറയാവുന്നതല്ലേ ഉള്ളൂ. പിന്നെ എൻ്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ടെന്ന് തനിക്ക് വെറുതെ തോന്നുന്നതായിരിക്കും. വീണ മറ്റൊരു തരത്തിൽ കൂടി ചിന്തിച്ചു. ആശുപത്രിയിൽ പോവുകയും ഡോക്ടർ എന്തെങ്കിലുമൊക്കെ മകൻ്റെ രോഗത്തെക്കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ടായിരിക്കും. തന്നോട് പറഞ്ഞ് വെറുതെ കൂടുതൽ ആധി പിടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കണം ഡോക്ടർ ഏട്ടനെ മാത്രം വിളിച്ചു മാറ്റി നിർത്തി പറഞ്ഞത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലുള്ള പോസിറ്റീവായ കാര്യമല്ലെങ്കിൽ കുറച്ച് സമയത്തേക്കെങ്കിലും ടെൻഷൻ കാണും എന്ന കാര്യം തീർച്ചയാണ്. അതിനിടയിൽ വെറുതെ എന്തെങ്കിലുമൊക്കെ കിള്ളിക്കിഴിഞ്ഞ് ചോദിക്കാൻ പോകാതിരിക്കുന്നതാ നല്ലത്. വെറുതെ അങ്ങേരെ ദേഷ്യം പിടിപ്പിക്കാമെന്നേ ഉണ്ടാകൂ. എന്തിനാണ് വെറുതെ ഇല്ലാത്ത പ്രശ്നങ്ങൾ അന്വേഷിച്ചു പോയി കണ്ടുപിടിക്കുന്നത്? തൽക്കാലം എല്ലാം ഒന്ന് സമാധാനമാകട്ടെ. അപ്പോൾ ചോദിച്ച് വിവരമറിയാം. നന്ദിനി ഉച്ചയ്ക്ക് മുമ്പ് അവരുടെ വീട്ടിൽ തിരിച്ചെത്തിയത് അത്യധികം അവശതയിലാണ്. ശാരീരികമായ അവശതയാണോ മനസ്സിനേറ്റ മുറിവാണോ വലുത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ് അവൾ. പിതൃതുല്യനായ ഒരാളിൽ നിന്നും തനിക്ക് അനുഭവിക്കേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ച് ഓർക്കാതിരിക്കുന്നതാണ് നല്ലത്. ആ സമയം ആ വീട്ടിലേക്ക് പോകാൻ തോന്നിയ നിമിഷത്തെയാണ് ശപിക്കേണ്ടത്. അതുപോലെ തന്നെ സ്വന്തം വീട്ടിൽ കയറും പോലെ അവരുടെ വീടിനുള്ളിലേക്ക് കയറിയ ബുദ്ധിമോശത്തെയും. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? എന്നാലും അയാൾക്ക് മകളേക്കാൾ പ്രായം കുറഞ്ഞ കുട്ടിയായിരുന്നില്ലേ താൻ? അയാളുടെ കൊച്ചുമകൻ്റെ സ്ഥാനത്താണല്ലോ രമേശ്. തനിക്കും രമേശനും ഏതാണ്ട് അടുത്ത പ്രായമല്ലേ ഉള്ളൂ. അപ്പോൾ താൻ അയാളുടെ കൊച്ചുമകളാകേണ്ട പ്രായമുള്ള കുട്ടിയല്ലേ? എന്നിട്ട് തൻ്റെ അടുത്ത് പെരുമാറാവുന്ന രീതിയിലാണോ അയാൾ പെരുമാറിയത്? ബലമായി തന്നെ കീഴ്പ്പെടുത്തുകയല്ലേ അയാൾ ചെയ്തത്? തനിക്കൊന്ന് മനസ്സ് തുറന്ന് ഇക്കാര്യം പറയാൻ പോലും വേണ്ടപ്പെട്ടവർ ആരുമില്ലല്ലോ. ശാന്തമ്മ ചേച്ചിയോട് പറഞ്ഞാൽ ആ വീട്ടിലേക്ക് പോയതിനുള്ള വഴക്ക് വേറെ കിട്ടും. ചിലപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് തന്നെ ഇറക്കി വിടുകയും ചെയ്യും.
തൻ്റെ പെരുമാറ്റ ദോഷം കൊണ്ടോ അല്ലെങ്കിൽ വസ്ത്രധാരണ രീതിയിലുള്ള ദോഷം കൊണ്ടോ അയാൾക്ക് പ്രചോദനമുണ്ടാക്കി കൊടുത്തതായിരിക്കും എന്ന് മാത്രമേ അവർ പറയാൻ സാധ്യതയുള്ളൂ. ഇല മുള്ളിൽ വീണതാണെങ്കിലും മുള്ള് ഇലയിൽ വീണതാണെങ്കിലും ഇലയ്ക്ക് തന്നെയാണ് കേട് എന്ന് പറയുന്ന വിഭാഗമാണല്ലോ അവർ. മാനസികമായും ശാരീരികമായും തളർന്ന് വീട്ടിൽ ചെന്ന് കയറുമ്പോഴേക്കും ഉറക്കമെഴുന്നേറ്റ അമ്മയെ നോക്കാൻ ആരുമില്ലാതെ അവർ കിടന്ന് അലറുകയായിരുന്നു. പിന്നെ മറ്റൊന്നും ചിന്തിക്കാതെ അവരുടെ കാര്യങ്ങളിൽ മുഴുകി. അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവരുടെ ചോദ്യം ചെയ്യൽ കേൾക്കാമായിരുന്നു. എഴുന്നേൽക്കാൻ കഴിയാത്ത എന്നെ ഇവിടെ ഒറ്റയ്ക്കിട്ടിട്ട് എന്നെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന നീ എവിടെ പോയി സുഖിക്കുകയായിരുന്നടി? അടുത്ത വീട് വരെ പോയി എന്നത് ശരിയാണ്. ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതായി താൻ കാത്തു സൂക്ഷിക്കുന്ന എല്ലാം നഷ്ടപ്പെട്ടാണ് താൻ മടങ്ങി വന്നിരിക്കുന്നത്. ഒരിക്കലും ആ നഷ്ടത്തിന് പകരം വയ്ക്കാൻ ഇനി ഒന്നും തൻ്റെ ജീവിതത്തിലില്ല എന്ന് ഇവർക്കറിയില്ലല്ലോ. അത് പറഞ്ഞ് കരയാനുള്ള അവകാശം തനിക്കുണ്ടായിരുന്നു എങ്കിൽ അവർ തന്നെ സമാധാനിപ്പിക്കില്ലായിരുന്നു. അവരുടെ മകൾക്കോ കൊച്ചുമക്കൾക്കോ ഈ ഗതി ഉണ്ടായിരുന്നതെങ്കിൽ അവർ ഇതേപോലെ പറയുമായിരുന്നു. അല്ലെങ്കിൽ അവരെന്തിന് തൻ്റെ കാര്യം അറിയണം? അവരുടെ കാഴ്ചപ്പാടിൽ തനിക്ക് പ്രതിഫലം തന്ന് തന്നെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ആൾ, ഗതിയില്ലാത്ത ഒരു അശരണ. അവളുടെ നേരെ മനുഷ്യത്വം കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ അവരെ എന്തിനു പറയണം? അതിലും ക്രൂരമായിട്ടാണല്ലോ താൻ വളരെ സ്നേഹപൂർവ്വം വിളിച്ചിരുന്ന ഇളയച്ചൻ തന്നോട് ചെയ്തത്. താൻ ദുരിതമനുഭവിക്കാൻ വേണ്ടി മാത്രം ജനിച്ച ഒരു ജന്മം അനുഭവിച്ചു തീരുമ്പോൾ താൻ ബാക്കി കാണുമോ എന്ന് മാത്രമേ സംശയമുള്ളൂ. ഇനിയും തൻ്റെ ജീവിതത്തിൽ എന്തെല്ലാമാണോ വരാൻ പോകുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വന്നുപോയതെന്ന് ഓരോ തവണയും വിചാരിക്കും. അച്ഛൻ മരിച്ചപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഇതിൽ കൂടുതലൊരു നഷ്ടം ഇനി സംഭവിക്കാനില്ലെന്ന് വിചാരിച്ചു. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ സമാധാനിച്ചു, അമ്മ ഉണ്ടല്ലോ എന്ന്. അമ്മയെങ്കിലും തങ്ങൾക്ക് തുണയാകും എന്ന് കരുതി. ആ അമ്മയെയും വിധി തട്ടിയെടുത്തു. പിന്നെ പ്രതീക്ഷയ്ക്ക് വകയൊന്നും ഇല്ലായിരുന്നു. എന്നാലും പുഴയൊഴുകും പോലെ വളഞ്ഞു തിരിഞ്ഞ് തട്ടിമുട്ടി ഒഴുകി. അവസാനം ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ട താനെന്ന നിർഭാഗ്യവതി. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീ എന്തിയടി മറുപടി പറയാത്തത്? നീ എവിടെയായിരുന്നു പോയതെന്ന്? ഒരു നുണ പറയാനാണ് അപ്പോൾ അവൾക്ക് തോന്നിയത്. ഞാനെങ്ങും എവിടെയും പോയിരുന്നില്ല. വിളിച്ചത് ഞാൻ കേട്ടില്ല, അത്രയേ ഉള്ളൂ. വന്നു നിന്ന കാലഘട്ടത്തിലൊക്കെ കുറേ മര്യാദയും ഉണ്ടായിരുന്നു. ഇപ്പോൾ ദിവസവും നല്ല ഭക്ഷണം കഴിച്ച് ഇറച്ചി എല്ലിനിടയിൽ കയറിയപ്പോൾ അഹങ്കാരം വന്നു തുടങ്ങി. ഇല്ലെങ്കിൽ അക്ഷരം പ്രതി മറുപടി പറയില്ലായിരുന്നു. ഇത്ര നാളായിട്ടും ഞാൻ ഉറങ്ങുന്നതും ഉറങ്ങി എഴുന്നേൽക്കുന്നതുമായ സമയത്തെപ്പറ്റി നിനക്ക് കൃത്യമായി അറിയില്ലേ? ഞാൻ ഉറങ്ങുന്ന സമയത്ത് നീ എനിക്ക് കൂട്ടിരിക്കണ്ട. പക്ഷേ ഞാൻ എഴുന്നേൽക്കുമ്പോൾ നിന്റെ സഹായം കൂടിയേ തീരൂ. തർക്കത്തിന് നിൽക്കാൻ പോയാൽ തനിക്ക് തന്നെയാണ് നഷ്ടം. താൻ വീട് വിട്ട് പുറത്തുപോയ വിവരവും വരാൻ വൈകിയ വിവരവും എല്ലാം ശാന്തമ്മ ചേടത്തി വരുമ്പോൾ ഇവർ പൊടിപ്പും തൊങ്ങലും വെച്ച് പറഞ്ഞു കേൾപ്പിക്കും. അവരുടെ വകയിലും തനിക്ക് വഴക്ക് കേൾക്കാൻ മാത്രമായിരിക്കും യോഗം. എന്തിനാണ് വെറുതെ ഓരോന്ന് വരുത്തി വയ്ക്കുന്നത്? നന്ദു പിന്നെ മറുപടിയൊന്നും പറഞ്ഞില്ല. അതോടെ അവർ അടങ്ങുകയും ചെയ്തു. എന്നാലും
വൈകിട്ട് ശാന്തമ്മ വന്നപ്പോഴും അവർ ആ കാര്യമൊന്നും അമ്മ പറഞ്ഞില്ല. ഓർമ്മിക്കാതിരുന്നതുകൊണ്ടാണോ അതോ മനഃപൂർവ്വം ഇവളെ വഴക്ക് കേൾപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണോ? എന്താണെങ്കിലും തൽക്കാലത്തേക്ക് നന്ദുവിനൊരു സമാധാനമായി. പിറ്റേ ദിവസം മുതൽ അയൽപക്കത്തേക്ക് പോകാൻ നന്ദിനി കൂട്ടാക്കിയില്ല. 2 ദിവസം നന്ദിനിയെ കാണാത്തതുകൊണ്ട് ഒരു വൈകുന്നേരം പീതാംബരൻ നമ്പ്യാരും വീണയും ഇവരുടെ വീട്ടിലേക്ക് വന്നു. വീണ സ്വന്തം മകളോട് പെരുമാറും പോലെ സ്നേഹപൂർവം നന്ദിനിയെ ചേർത്ത് പിടിച്ച് അങ്ങോട്ട് ചെല്ലാത്തതിൻ്റെ കാരണം തിരക്കി. അവരുടെ മനസ്സിൽ തോന്നിയ കാര്യം ആശുപത്രിയിൽ പോകുന്ന വിവരം പറയാതെ പോയതിൻ്റെ പരിഭവമായിരിക്കും എന്നാണ്. അതിൻ്റെ ന്യായീകരണവുമായാണ് ആദ്യം അവർ നന്ദിനിയെ സമീപിച്ചത്. ആശുപത്രിയിൽ പോകണമെന്ന കാര്യം നിന്നോട് ഞാൻ പറഞ്ഞിരുന്നതായി ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷേ ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നതെന്നാണെന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് നിന്നോട് വിവരം പറയാൻ കഴിയാതെ പോയത്. അതുകൊണ്ട് തനിക്കുണ്ടായ നഷ്ടം ജീവിതകാലത്ത് നികത്താൻ കഴിയുന്നതല്ല എന്ന് ഇവർക്കറിയില്ലല്ലോ. ഇവർ അവിടെ ഇല്ല എന്നറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും താൻ അങ്ങോട്ട് പോകില്ലായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ടെന്താണ് കാര്യം? അന്ന് അവിടെ ഉണ്ടായിരുന്നത് രമേഷിൻ്റെ അച്ചച്ചനല്ലേ? ചോദ്യവും നന്ദിനിയുടെ അപ്പോഴത്തെ മുഖഭാവവും വീണയിൽ എന്തൊക്കെയോ സംശയങ്ങൾ ഉണ്ടാക്കി. നന്ദിനിയുടെ ആ ചോദ്യം വീണയുടെ മനസ്സിൽ സംശയത്തിൻ്റെ വിത്ത് വിതച്ചു. തൻ്റെ ഇളയച്ചനെക്കുറിച്ച് വീണയ്ക്കും അറിയാമായിരിക്കുമല്ലോ. ആ സംശയം സത്യത്തിലേക്ക് എത്തുമോ? അടുത്ത ഭാഗത്തിൽ നമുക്ക് കുറച്ചുകൂടി അറിയാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ.